നിങ്ങൾക്ക് സിഗരറ്റിൽ നിന്നുള്ള വിഡ്രോവൽ സിംറ്റംസ് നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ നിക്കോട്ടിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നിങ്ങൾ ബോധ്യവാനായി. പക്ഷേ നിക്കോട്ടിനെ പോലെ തന്നെ ഒരു മോളിക്യൂൾ ഹെവി മെറ്റൽ ആയിട്ടുള്ള കാഡ്മിയം എന്ന ഒരു ടോക്സിസിറ്റിയാണ്. പുകയില വിപണി അത് പെട്ടെന്ന് കേടുകൂടാതിരിക്കാൻ അതിൽ ആഡ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് കാഡ്മിയം എന്ന് പറയുന്നത്. ഒരു സിഗരറ്റിൽ 2 മൈക്രോഗ്രാം കാഡ്മിയം ഉള്ളപ്പോൾ ഒരു പഫ് എടുക്കുന്ന സമയത്ത് ഇത് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യത്തെ പ്രണയം നിങ്ങൾ മറന്നാലും കാഡ്മിയം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഒരു സെല്ലിനകത്ത് ഡൈസൾഫൈഡ് ബോണ്ട്, വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇൻ ദ ബോഡി ഫോം ചെയ്യുകയും അത് ശരീരത്തിനുള്ളിൽ തന്നെ ഏകദേശം 30 വർഷത്തോളം ഡെപ്പോസിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിങ്ങളുടെ സെൽസ് ചേഞ്ച് ചെയ്യാം, റീജനറേഷൻ നടക്കാം, എന്നാലും കാഡ്മിയം ബോഡിയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതെന്താണ് ചെയ്യുന്നത്? പ്രൈമറി ആയിട്ട് ഇത് കാൽഷ്യം മെറ്റബോളിസത്തിനെ തകർക്കുന്നു, ബോൺ ഡെൻസിറ്റി വളരെ വളരെ വീക്കാക്കുന്നു. സിങ്ക് എന്ന് പറഞ്ഞ ഒരു ഡിഫെൻസീവ് സിസ്റ്റത്തിനുള്ള ഒരു മോളിക്യൂളുണ്ട്, അതിനെ വളരെ വളരെ കുറയ്ക്കുന്നു ശരീരത്തിൽ എന്നുള്ളതാണ് കാഡ്മിയത്തിൻ്റെ റോള്. മെറ്റലോതയോണിൻ നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെ വളരെയധികം താഴേക്ക് കൊണ്ടുവരുന്നു, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി തീരെ വീക്കാക്കും. DNA സ്ട്രാൻഡിനെയും ക്രോമസോമൽ അബ്രേഷനുമാണ് കാഡ്മിയത്തിൻ്റെ മറ്റൊരവസ്ഥ, അതായത് ക്യാൻസറിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് സത്യം. COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ, കൊറോണറി ആർട്ടറി ഡിസീസ്, ഇത് രണ്ടും കാഡ്മിയം വഴിയൊരുക്കുന്നു. പുകവലിക്കാരിലുണ്ടാകുന്ന ലങ് ഡിസോർഡറിനെയും ഹാർട്ട് അറ്റാക്കിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ബ്ലാഡർ ക്യാൻസറിനും കാഡ്മിയം വഴിയൊരുക്കുന്നു. സോ ഇതിനെന്താണ് ഒരു പ്രതിവിധി? കാഡ്മിയം നിങ്ങളുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാതിരിക്കാവുന്ന വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, സിങ്ക്, ഹൈ റിച്ച് പ്രോട്ടീൻ തുടങ്ങിയവ എടുക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ അതകത്തേക്ക് ബോഡിയിൽ ഒത്തിരി എത്തിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലോകത്ത് എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് അഥവാ EDT ഉപയോഗിച്ച് അത് കീലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏക പ്രയോജനം. വെള്ളം കുടിച്ചാലോ പച്ചിലമരുന്ന് അരച്ചു കലക്കി കുടിച്ചാലോ കാഡ്മിയം ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല എന്നുള്ളതാണ് സത്യം. അതിന് EDT ഉപയോഗിച്ച് കീലേറ്റ് ചെയ്ത് പുറത്തു കളയുക. നിങ്ങൾക്ക് പുകയില നിർത്തുമ്പോഴും വീണ്ടും അതിനുള്ള വിഡ്രോവൽ സിംറ്റംസ് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു വൈറ്റമിനാണ് B കോംപ്ലക്സിലെ B3 അഥവാ നിയാസിൻ. നിയാസിൻ ഡയറക്റ്റ് എടുക്കരുത്, നിയാസിൻ്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള നിക്കോട്ടിനമൈഡ് എന്ന് പറഞ്ഞ, നിക്കോട്ടിനല്ല, നമ്മുടെ ക്യാമറമാൻ മഹേഷ് ചിരിക്കുന്നുണ്ട്, നിക്കോട്ടിനല്ല, നിക്കോട്ടിനമൈഡ്, നിയാസിനമൈഡ് എന്ന് പറഞ്ഞ B3 ആക്റ്റീവ് ഫോംസ് ഉണ്ട്. അതെടുക്കുക. അതുവഴി നിങ്ങൾക്ക് സ്മോക്കിംഗ് വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ക്രേവിങ്സും ആ വിഡ്രോവൽ സിംറ്റംസും B3, D അല്ല, B3 നിക്കോട്ടിനമൈഡ്, ഞാൻ വേണമെങ്കിൽ താഴെ 1-2 നല്ല പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ചേർത്ത് തരാം. നിക്കോട്ടിനമൈഡ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് സിഗരറ്റിൽ നിന്നുള്ള വിഡ്രോവൽ സിംറ്റംസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഹാപ്പി ഹെൽത്തി ലൈഫ്.